ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗത്തിലെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ പ്രമേഹത്തിലെ കോംപ്ലിക്കേഷൻ ഏറ്റവും പ്രധാനമായിട്ട് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. മാക്രോവാസ്കുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വലിയ രക്തക്കൊഴലുകളെ ബാധിക്കുന്നത്, അതായത് ഹൃദയത്തിലേക്കുള്ളത്, തലയിലേക്കുള്ള സ്ട്രോക്കുകൾ, അതുപോലെ തന്നെ കാലിലേക്ക് വരുന്ന രക്തക്കൊഴലുകളെ ബാധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയും, അതായത് നമ്മുടെ കണ്ണിലെ റെറ്റിനയെ ബാധിക്കുന്നത്, കിഡ്നിയെ ബാധിക്കുന്നത്, കാലിലെ ഞരമ്പ് പറയുമ്പോൾ കാലിൽ തരിപ്പ്, കടച്ചിൽ ഒക്കെ ഉണ്ടാകുന്നത്. ഇതാണ് പ്രമേഹത്തിൻ്റെ മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ഇത് കൂടാതെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന ഡയബറ്റിക് ഡെർമോപ്പതീസ് ഉണ്ട്, കളർ ചേഞ്ചുകളുണ്ടാവും, കാലിലൊക്കെ കറുത്തു പോകുന്ന, കഴുത്തിൽ കറുത്തു പോകുന്നതുണ്ട്, മുറിവുകൾ വന്നിട്ട് ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് വരാം. പ്രമേഹത്തെ നമ്മൾ ശരിക്കും നന്നായി മാനേജ് ചെയ്ത് നോർമൽ ലെവലിൽ കൊണ്ടുപോകുന്നത് ഈ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാതിരിക്കും. കാരണം ഇത്തരം കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വളരെ കുറവാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശരിയായ ഡയബറ്റിസ് മാനേജ് ചെയ്യുക, ശരിയായ എക്സസൈസ് ചെയ്യുക, ശരിയായ ഡയറ്റ് കഴിക്കുക. താങ്ക് യു.